മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പൊതു അവധി. കേരളത്തിന് നഷ്ടമായത് സമരനായകന്. വിട പറഞ്ഞത് ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. പുതുക്കാട് ബാറിൽ ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. പ്രതിയുമായി സംഭവ സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. തിരുവല്ലോമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി. കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വാർത്തകളിലേക്ക് വിശദമായി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. കഴിഞ്ഞ 29 ദിവസമായി തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:20 അന്ത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തിയിരുന്നു. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. 3 തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. 1980 മുതൽ 1991 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 10 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. 7 തവണ വിജയിച്ചു. 85 വർഷക്കാലമായി പാർട്ടി അംഗമായി പ്രവർത്തിച്ചു വരുന്നു. AKG സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ഭൗതിക ശരീരം ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയോടെ ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. വിവരങ്ങളുമായി മുകേഷ് ലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. മുകേഷ്, ഒരു കാലഘട്ടത്തെ തൻ്റെ ഒപ്പം നടത്തിയ കേരള രാഷ്ട്രീയ ചരിത്രത്തെ തൻ്റെ ഒപ്പം നിയന്ത്രിച്ചു നിർത്തിയ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് തലസ്ഥാനം ഇപ്പോൾ വി.എസിന് അന്ത്യാഭിവാദ്യം നേരുന്നത്? ലിബീഷ്, കേരളത്തിൻ്റെ സമര നായകനെ മലയാളികൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്, വിട നൽകുകയാണ്. വിരോചിതമായ വിട നൽകൽ. AKG സെൻറ്ററിൽ എത്തിച്ച വി.എസിനെ കാണാനായി അവസാനമായി AKG സെൻറ്ററിലെത്തിയ വി.എസിനെ അവസാനം ഒരു നോക്കു കാണുന്നതിനായി ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിയും ആ വരവുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അഴിമതിയുടെ കറപുരളാത്ത കേരളത്തെ ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ ചരിത്രത്തിൽ പങ്കുവഹിച്ച ആ അതേ വി.എസ്, ആ നെഞ്ചിലെ റോസാപ്പൂവായി മലയാളികൾ കൊണ്ടു നടക്കുന്ന ആ വി.എസിനെ കേരളം അവസാനമായി വിരോചിതമായി വിട നൽകുകയാണ്. AKG സെൻറ്ററിലേക്ക് വി.എസിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ മുതൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും നിരവധി ആളുകൾ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തും. മറ്റന്നാൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. നാളെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വി.എസ്. ഒരു മാസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ എല്ലാ മലയാളികളും കരുതി അദ്ദേഹം പോരാടിയ ആ അതേ പോരാട്ട വീര്യത്തോടു കൂടി തന്നെ നമുക്കിടയിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷേ ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ട് 3:20 വി.എസ്. വിട പറഞ്ഞു എന്ന വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തിറങ്ങിയത്. അതോടെ കേരളം വിതുമ്പുകയായിരുന്നു. കാരണം അത്രയേറെ കേരളം രാഷ്ട്രീയ ഭേദമന്യേ നെഞ്ചേറ്റിയിട്ടുണ്ട്. കാരണം എവിടെ അഴിമതിയുണ്ടോ, എവിടെ തെറ്റുണ്ടോ, അതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിൽ പോരാളിയായി വി.എസ്. ഉണ്ടായിരുന്നു. എല്ലാ മലയാളികളുടെയും നാവായിരുന്നു വി.എസ്. എല്ലാവർക്കും വേണ്ടി വി.എസ്. സംസാരിച്ചു. ഏതൊരു വിഷയത്തിലും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മുന്നിൽ നിന്ന വി.എസ്. എല്ലാ മലയാളികൾക്കും വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചു. എവിടെ തെറ്റായ വഴിയിലൂടെ പോകുന്നു അതെല്ലാം തിരുത്തി. അത് ഭരണാധികാരിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും കേരളം കണ്ടതാണ്. ഇത്തരമൊരു നേതാവിന് പകരക്കാരനായി മറ്റൊരു നേതാവും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേ പോരാട്ട വീര്യമുള്ള മറ്റൊരു നേതാവ് ഇനി നമുക്കുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ മലയാളികൾ സംശയിക്കുകയാണ്. തോക്കിന് മുന്നിൽ വാരിക്കുന്തവും മുദ്രാവാക്യവുമായി നിന്ന് പോരാടിയ, നൂറ്റാണ്ട് മുമ്പ് ജനിച്ച് ഒരു നൂറ്റാണ്ട് കാലം മലയാളികളുടെ എല്ലാവിധ നന്മയ്ക്കും ഈ കേരളത്തിനെ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പോരാടിയ നേതാവ്, ആ നേതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരോചിതമായ യാത്രയയപ്പ് ഇനിയൊരു നേതാവിന് നൽകാനാവാത്ത വിധത്തിൽ കേരളം വിതിമ്പിക്കൊണ്ട് പറയുകയാണ് ലാൽ സലാം സഖാവേ എന്ന്. അത്രയേറെ മലയാളികൾ വി.എസിനെ നെഞ്ചേറ്റുന്നു. ഇന്നും നാളെയുമായി ഇനിയും 10,000 തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കും. മറ്റന്നാൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വിട പറയുന്നതുവരെ. ലിബീഷ്.
VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് തലസ്ഥാന നഗരം. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ AKG സെന്ററിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുകേഷ് ലാൽ. പരിസ്ഥിതി പ്രേമിയായ ഒരു നേതാവിനെയാണ് നാടിന് നഷ്ടമാകുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും പരിസ്ഥിതിക്ക് വേണ്ടി പോരാടിയ ചരിത്രമാണ് VSനുള്ളത്. അഴിമതി, ഭൂമി കയ്യേറ്റം, തൊഴിൽ പ്രശ്നം, പരിസ്ഥിതി, സ്ത്രീ പീഡനങ്ങൾ തുടങ്ങി ജനങ്ങളെയും പ്രകൃതിയെയും ബാധിക്കുന്ന സകല പ്രശ്നങ്ങളിലും ഇടപെട്ട് പുതിയ പോർമുഖം തന്നെയാണ് VS തുറന്നിരുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതകളെ ഒരു മുഖ്യധാര രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി കേരളത്തിൽ ഉയർത്തിയത് തന്നെ VS എന്ന കമ്മ്യൂണിസ്റ്റാണ്. കുട്ടനാട്ടിലെ നെൽവയലുകൾ നികത്തി ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ പണിതു തുടങ്ങിയപ്പോഴാണ് VS വയൽ നികത്തലിന് എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. അന്നത് വെട്ടിനിരത്തൽ സമരം എന്ന പേരിൽ വിമർശിക്കപ്പെട്ടെങ്കിലും കൃഷിയിടങ്ങൾ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലം VS അന്ന് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തുന്നു. 2001 അധികാരത്തിലെത്തിയപ്പോൾ VS ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രത്യേകിച്ച് വനമേഖലയിൽ യുദ്ധം പ്രഖ്യാപിച്ചു. 2002 ഏപ്രിലിൽ ഇടുക്കി ജില്ലയിലെ മതികെട്ടാനിലേക്ക് യാത്ര ചെയ്ത് വാർത്തകളിൽ ഇടം നേടി. 2008 നെൽവയലും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. 2007 ടൂറിസം കേന്ദ്രമായ മൂന്നാറിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ അദ്ദേഹം മൂന്നാർ ഓപ്പറേഷൻ ആരംഭിച്ചു. 29 ദിവസങ്ങൾ കൊണ്ട് അനധികൃത ഹോട്ടലുകളും റിസോർട്ടുകളും പൊളിക്കുകയും 16,000 ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്തു. എന്നാൽ സമ്മർദ്ദത്തെ തുടർന്ന് VSനെ ദൗത്യം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. പ്രതിപക്ഷത്തായപ്പോഴും ഭരണത്തിലിരുന്നപ്പോഴും നാടിനായി പോരാടിയ നേതാവാണ് വിട പറയുന്നത്. അതെ, പകരക്കാരനില്ലാത്ത നേതാവ്. ന്യൂസ് ഡെസ്ക് TCV. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. PSC പരീക്ഷകളും ഇന്റർവ്യൂകളും മാറ്റിവെച്ചു. സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖാചരണം നടത്തും. കേരള ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമായിരുന്നു VS അച്യുതാനന്ദൻ്റേത്. ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. അതിൽ പ്രധാനമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഒക്ടോബർ 24 പുന്നപ്രയിലും 27 വയലാറിലുമുണ്ടായ രക്തച്ചൊരിച്ചിലിൽ എത്ര പേർ മരിച്ചെന്ന് ഇന്നും കൃത്യമായ കണക്കില്ല. തിരുവിതാംകൂർ ദിവാന്റെ പട്ടാളവുമായുള്ള തൊഴിലാളികളുടെ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ച നായകൻ. വാരിക്കുന്തവും കോടാലിയും കരിങ്കല്ലുമായി ഏറ്റുമുട്ടുമ്പോൾ തൊഴിലാളികളുടെ നെഞ്ചിന് നേരെ പാഞ്ഞു വന്നത് വെടിയുണ്ടകളായിരുന്നു. സമരത്തിലെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു VS. പാർട്ടി നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെത്തിയ VS നിരവധി ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. രക്തരൂക്ഷിത സമരത്തിനൊടുവിൽ VS ദിവാൻ CPയുടെ പോലീസിന്റെ പിടിയിലായി. തുടർന്ന് ക്രൂരമർദ്ദനമായിരുന്നു. ഇരുകാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തേക്ക് വെച്ച് കാലുകളിൽ ലാത്തി കെട്ടിവെച്ച് മർദ്ദിച്ചു. പാർട്ടി നേതാക്കളെക്കുറിച്ച് ചോദിച്ചായിരുന്നു മർദ്ദനം. തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി. പാദം തുളഞ്ഞപ്പോൾ VSനെ പോലീസുകാർ ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ തീക്ഷണാനുഭവങ്ങളിൽ നിന്നും കരുത്താർജിച്ച VS അനുഭവങ്ങളുടെ തീച്ചൂളകൾ ഏറെക്കടന്നാണ് കേരളത്തെ നയിക്കാവുന്ന നിലയിൽ നായക നിരയിലേക്കെത്തിയത്. വിട പറയുന്നത് പകരക്കാരനില്ലാത്ത നേതാവാണ്, കേരളത്തിന്റെ സ്വന്തം VS. TCV തൃശൂർ. അടിസ്ഥാന വർഗത്തിന്റെ നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് VR സുനിൽകുമാർ MLA പറഞ്ഞു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടും കെയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടും വളർന്നു വന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് VS. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങളിൽ ഒരാളായി നിലനിൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും രൂക്ഷമായിട്ടുള്ള രീതിയിൽ സമരമുഖങ്ങളിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ് സഖാവ് VS. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറെ സമരമുഖങ്ങളിൽ ജ്വലിച്ചു നിൽക്കുകയും കേരളത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ജനവികാരങ്ങളെ ഉൾക്കൊള്ളേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും
ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇത്രയധികം മുന്നോട്ട് നയിക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് സഖാവ് VS. എന്നെ സംബന്ധിച്ചിടത്തോളം 14ാം നിയമസഭയിൽ സഖാവിനോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് E.T. ടൈസൺ MLA. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ നേതാവാണ് സഖാവ് VS. ഏറ്റവും താഴ്ന്ന നിലയിൽ ഏറ്റവും ഗൗരവപ്പെട്ട സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തെ നയിച്ച നേതാവാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നന്നായി അതിന് പരിഹാരം കാണുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന, അതിന് വലിയ ആർജവം കാണിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് VS എന്നും നമുക്കിടയിൽ അറിയപ്പെടുക തന്നെ ചെയ്യും. സഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ, റെഡ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുന്നു. CPM സ്ഥാപക നേതാവായ VS അച്യുതാനന്ദൻ സമാനതകളില്ലാത്ത ജനകീയ നേതാവായിരുന്നുവെന്ന് മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ അന്ന് ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് തൃശ്ശൂർ ജില്ലയിലുണ്ടായ വേനൽ മഴ നമ്മുടെ കോളിനിലങ്ങളിലെ കൃഷിനാശം വൻതോതിലുണ്ടായപ്പോൾ ആ കോളിനിലങ്ങൾ സന്ദർശിക്കാൻ അദ്ദേഹം വന്നതും ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാൻ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിലും ജാഗ്രത കാണിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച നിരവധി സമരങ്ങളിൽ ഒന്നായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പങ്കെടുത്തുകൊണ്ട് അതിക്രൂരമായ മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു മഹാധീരനായ പോരാളിയായിരുന്നു സഖാവ് VS. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും MLA എന്ന നിലയിലും നിയമസഭയ്ക്കകത്തും പുറത്തും സാധാരണ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അദ്ദേഹം എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഭദ്രമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മഹാനായ ആ നേതാവിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അവസാനമായി മറ്റത്തൂരിലെത്തിയത് 2010-ലാണ്. MLA ആയിരുന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ സുസ്ഥിര കൊടകര വികസന പദ്ധതി പ്രകാരം നടപ്പാക്കിയ എല്ലാവർക്കും വീട് പൂർണ്ണത വോൾട്ടേജോടെ വെളിച്ചം എന്ന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനാണ് 2010 ജൂലൈ 31-ന് VS മറ്റത്തൂരിലെത്തിയത്. കോടാലി GLPS സ്കൂളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത VS 10 മിനിറ്റോളം പ്രസംഗിക്കുകയും ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മൗനജാഥ നടത്തി. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച ജാഥ നഗരം ചുറ്റി ചന്തപ്പുരയിൽ സമാപിച്ചു. KR ജൈത്രൻ, TP പ്രഭേഷ്, CV ഉണ്ണികൃഷ്ണൻ, TK മധു, KK ഹാഷിഖ്, അമർലാൽ, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത എന്നിവർ നേതൃത്വം നൽകി. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് CPM എരുമപ്പെട്ടിയിൽ മൗനജാഥ നടത്തി. വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, TK ശിവൻ, PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. സംഭവത്തിൽ അളഗപ്പനഗർ സ്വദേശി സിജോയെ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസ് പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ്സ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഈ തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടിട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടയിലായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. അത് പിന്നെ സോൾവ് ചെയ്ത് എല്ലാവരും വിട്ടു. ഇപ്പോൾ വെല്ലുവിളിച്ചാണ് ഓടിക്കൊണ്ട് പോയത് ആള്. പിന്നെ വൈകിട്ട് വന്നതിൻ്റെ ആള് വേറൊരു വേഷം ഈ തലയിൽ കെട്ടും ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പം എന്നിട്ട് പിന്നെ ആള് ലാസ്റ്റ് വെള്ളം എടുക്കാൻ വന്നതാണ് ആള് ഹേമേന്ദ്രൻ. അപ്പം ഗേറ്റ് കടക്കുന്നതോടുകൂടെ കുത്തിയിരിക്കുന്നത്. കാരണം ആളുടെ കയ്യിൽ നിന്ന് കുപ്പി വീക്കി കളഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണു. അപ്പം ഞാൻ ഈ ഗ്ലാസ് തുറന്ന് റിസപ്ഷൻ്റെ ഡോർ തുറന്ന് ചെന്ന് അദ്ദേഹം പിടിച്ചുകൊണ്ടിരുന്ന ഇവിടെ കാണിച്ചപ്പോൾ ഇരുന്നില്ല. ആള് സ്റ്റാഫിനെ വിളിക്കാൻ പറഞ്ഞ ആള് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ ആളെൻ്റെ കൂടെ തന്നെ ഈ രക്തം ഇങ്ങനെ തള്ളി വരിക. ഗുരുതരമായ പരിക്കേറ്റ ഹേമചന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി കത്തിയുമായി കാത്തിരുന്നത് മണിക്കൂറുകളാണ്. ഹേമചന്ദ്രൻ ഇറങ്ങി വന്നപ്പോൾ ബാറിലെ ജീവനക്കാരനാണോ എന്ന് ചോദിച്ച് കഴുത്തിൽ കുത്തുകയായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് അകത്ത് കടന്ന ഗേറ്റ് അടച്ച ഹേമചന്ദ്രന്റെ പിറകെയെത്തിയ പ്രതി സിജോ ബാറിലെ ജീവനക്കാരനാണോ എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. അതേയെന്ന് പറഞ്ഞയുടൻ പ്രതി കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഹേമചന്ദ്രനെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിൽ കുത്തേറ്റ ഹേമചന്ദ്രൻ ബാറിനകത്തേക്ക് ഓടി. സഹപ്രവർത്തകരെ വിവരമറിയിച്ചു. നേരത്തെ മദ്യപിക്കാനെത്തിയ സിജോ 8 തവണ ടച്ചിങ്സ് വാങ്ങിയിരുന്നു. മദ്യത്തോടൊപ്പം സൗജന്യമായി നൽകുന്ന ടച്ചിങ്സ് 9ാം തവണയും ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ നിരസിച്ചതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. തർക്കവും വഴക്കും അടിപിടിയും കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ പ്രതി ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് പോയത്. തുടർന്ന് തൃശൂരിലെത്തിയ സിജോ ബാറിൽ മദ്യപിച്ച ശേഷം കത്തിയും വാങ്ങിയാണ് പുതുക്കാട്ടേക്ക് മടങ്ങിയത്. പിന്നെ മണിക്കൂറുകളോളം ബാറിന്റെ സമീപത്തും ദേശീയപാതയോരത്തുമായി ജീവനക്കാർ ബാറിന് പുറത്തേക്കിറങ്ങുന്നത് നിരീക്ഷിച്ചു നിന്നു. ഹേമചന്ദ്രനെ കുത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. കത്തി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സിജോ വീട്ടിലെത്തി കിടന്നുറങ്ങി. ഇതിനിടെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് SHO മഹേന്ദ്രസിംഗിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. TCV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് ബാറിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലയ്ക്ക് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടെ വലിച്ചെറിഞ്ഞ കത്തി ദേശീയപാതയോരത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. മുഖം മറച്ചുകൊണ്ടുവന്ന പ്രതിയെ കത്തി വലിച്ചെറിഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യം എത്തിച്ചത്. ഇവിടെ നിന്ന് കത്തി കണ്ടെത്തിയ ശേഷം പ്രതിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവല്ലോമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി. മാലിന്യമുക്തമായ തിരുവില്ലാമല എന്ന ലക്ഷ്യത്തോടെ 2021 ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം എന്ന പദ്ധതി. എന്നാൽ കേരളത്തിന്റെ കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. കുത്താമ്പുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ് ഈ മാലിന്യ കൂമ്പാരം എന്നതും ശ്രദ്ധേയമാണ്. ജലസ്രോതസ്സിന് സമീപമുള്ള ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും തെരുവുനായ്ക്കളുടെ വർധനവിനും ഈ മാലിന്യമല കാരണമാകുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുവാൻ ഹരിതകർമ്മസേന വാർഡിൽ പ്രവർത്തനമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഇവിടെയാണ്. കൈത്തറി വസ്ത്രങ്ങളുടെ മനോഹാരിത തേടി പ്രതിദിനം 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന കൈത്തറി ഗ്രാമത്തിൽ പകർച്ചവ്യാധിക്ക് സാഹചര്യം വർദ്ധിക്കുമ്പോഴും അധികൃതർ മൗനത്തിലാണെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, തിരുവില്ലാമല. ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് 29-ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ഗതാഗത സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താൻ തീരുമാനമായി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 1 മാസത്തേക്ക് മാറ്റിവെക്കാനും ധാരണയായി. ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളിൽ നിയമപരമായ തടസ്സമില്ലെങ്കിൽ തൽസ്ഥിതി തുടരാനും തീരുമാനിച്ചു.
ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. കളക്ടറേറ്റിൽ ADM-മായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. 75ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ബസ് ഉടമകൾ കുറ്റപ്പെടുത്തി. മഴ മാറിയ ശേഷം ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ചർച്ചയ്ക്ക് ശേഷം ബസ് ഉടമകൾ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. കടങ്ങോട്, ചിറമനേങ്ങാട്, വെള്ളറക്കാട് എന്നീ 3 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. 10 കിലോമീറ്റർ അധികമാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തന പരിധി. അതിനാൽ തന്നെ 100 കണക്കിന് ഗുണഭോക്താക്കളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും ഇവിടെ എത്തുന്നത്. എന്നാൽ സ്ഥിരമായ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ആവശ്യങ്ങൾ നടക്കാതെ ഗുണഭോക്താക്കൾ മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണുള്ളത്. വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ പല ആവശ്യങ്ങൾക്കായി ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ്. സ്ഥലം മാറിപ്പോകുന്ന ഓഫീസർമാർക്ക് പകരം പുതിയയാളെ നിയമിക്കാനെടുക്കുന്ന കാലതാമസവും ചാർജ് എടുക്കുന്നവർ അവധിയിൽ പോകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. എത്രയും പെട്ടെന്ന് സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയ്കുമാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. 3 മുറിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. അവിട്ടപ്പള്ളി ആട്ടോക്കാരൻ വറീദിന്റെ മകൻ 68 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് നടന്നു പോകുന്നതിനിടെ ചേലക്കാട്ടുകര പെട്രോൾ പമ്പിന് സമീപം വെച്ചായിരുന്നു അപകടം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെ മരിച്ചു. നാട്ടിക ചെമ്മാപ്പള്ളി കടവിനടുത്ത് തൃപ്രയാർ പുഴയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുഴയിലേക്ക് ചാഞ്ഞുകിടന്നിരുന്ന മരത്തിന്റെ കൊമ്പിൽ തടഞ്ഞുകിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. സമീപത്തെ വീട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് വലപ്പാട് പോലീസിൽ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മാള ആലത്തൂർ ദേവസ്വം ഭൂമിയാണെന്ന പേരിൽ നിരവധി പേരുടെ പട്ടയ അപേക്ഷയിൽ തടസ്സം നിൽക്കുന്നതിന് പിന്നിൽ ചില താൽപ്പര്യങ്ങളുണ്ടെന്ന് സമരസമിതി ആരോപിച്ചു. വീട് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന സമീപനം തടയുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. പട്ടയമില്ലാത്തതിനാൽ ബാങ്ക് വായ്പയും വീട് നിർമ്മാണവും തടസ്സപ്പെടുകയാണെന്ന് സമരസമിതി നേതാക്കളായ അഡ്വക്കേറ്റ് VV ജയരാമൻ, TK ഗോപി, MR പ്രകാശ് ബാബു എന്നിവർ പറഞ്ഞു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 8 പേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി സ്വദേശികളായ ബിൻഷാദ്, മുഹമ്മദ് അഷ്ഫാഖ്, മുഹമ്മദ് അസ്ലം, ഷിഫാസ്, ഫാസിൽ, ഷാഫി മുഹമ്മദ്, ആഷിഖ്, മുഹമ്മദ് റയീസ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കള്ള് ഷാപ്പിൽ ബില്ല് കൊടുക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കള്ളുകുപ്പികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചോറ്റുപാറ കൊല്ലാറ വീട്ടിൽ അക്ഷയനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സുഹൃത്തായ അത്താണി സ്വദേശി മേപ്പാടി വീട്ടിൽ ദേവനാണ് അറസ്റ്റിലായത്. അത്താണി കള്ളുഷാപ്പിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി പരാതി. പുല്ലഴി വടക്കുമുറി സ്വദേശിയുടെ പുതിയ വീടിന്റെ മുൻഭാഗത്തെ റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയത്. റോഡ് പുനരുദ്ധരിച്ച് നൽകാമെന്ന് ഡിവിഷൻ കൗൺസിലർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഒന്നും ചെയ്തില്ലെന്ന് വീട്ടുകാർ പറയുന്നു. നിരന്തരമായ ആവശ്യത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കാന വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി എടുത്ത ഉപയോഗശൂന്യമായ മണ്ണ് സ്ഥലത്ത് നിക്ഷേപിച്ചതിനെ തുടർന്ന് ചെളി നിറഞ്ഞ റോഡ് കൂടുതൽ സഞ്ചാരയോഗ്യമല്ലാതായി. മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് ദേശീയപാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. പുതിയറയിലെ സർവീസ് റോഡിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ 102 സെന്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെടി നട്ടുവളർത്തിയവരെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
ഇരുചക്ര വാഹന യാത്രയ്ക്കിടെ തൃശൂർ കാഞ്ഞാണി റോഡിലെ വെള്ളം നിറഞ്ഞു കിടന്ന കുഴിയിൽ വീണ് അന്തിക്കാട് ജുമാ മസ്ജിദിലെ ഖത്തീബിന് പരിക്കേറ്റു. പാലക്കാട് ചളവറ സ്വദേശി കോട്ടക്കുളം വീട്ടിൽ നൌഫൽ സയ്യിദിനാണ് പരിക്കേറ്റത്. ചളവറയിൽ നിന്നും അന്തിക്കാട് മസ്ജിദിലേക്കുള്ള ഇരുചക്ര വാഹന യാത്രയ്ക്കിടയിൽ കാഞ്ഞാണി റോഡിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയിൽ വീഴുകയായിരുന്നു. കുഴിയിൽ വീണതോടെ വാഹനത്തിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തിന്റെ കാലിലേക്കാണ് വാഹനം വീണത്. ഹെൽമറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും മറ്റു വാഹനങ്ങളൊന്നും ഈ സമയം വരാതിരുന്നതുകൊണ്ടും ഗുരുതരമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നന്മയ്ക്ക് കൈകൊടുത്ത് യാത്ര അവസാനിപ്പിച്ച് ഷാജി ഗ്രൂപ്പിലെ കാരണവർ ബസ്. അഴീക്കോട് തൃപ്രയാർ റൂട്ടിൽ 22 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി കാലാവധി അവസാനിക്കുന്ന KL 8 AA 4914 എന്ന ബസിന്റെ അവസാന യാത്ര അവിസ്മരണീയമായി. അവസാന ട്രിപ്പിലെ മുഴുവൻ വരുമാനവും തൊഴിലാളികളുടെ വേതനവും കടലിൽ മത്സ്യബന്ധനയാനം അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി അൻസിലിന്റെ കുടുംബത്തിന് കൈമാറും. ബസിന്റെ യാത്രയപ്പ് കയ്പമംഗലം MLA ET ടൈസൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ് ഉടമകളായ കണ്ണൻ, ഷിബു, ബാനേഷ്, അനീഷ്, ഷാജി, കൃഷ്ണ, ഷാഹുൽ കൃഷ്ണ, തൊഴിലാളികളായ സുധി, ഡാഡു എന്നിവർ പങ്കെടുത്തു. നിറവയറുമായ പോലീസ് ഉദ്യോഗസ്ഥ ഡ്യൂട്ടി സംബന്ധമായ മൊഴി നൽകാനെത്തി. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകുന്നതിനാണ് ശ്രീലക്ഷ്മി കോടതിയിലെത്തിയത്. മൊഴി നൽകിയ ശേഷം പ്രസവാവധി എടുക്കാമെന്ന് ശ്രീലക്ഷ്മി തീരുമാനിച്ചിരുന്നു. സഹപ്രവർത്തകരുമായി വാഹനത്തിൽ കോടതി മുറ്റത്തെത്തിയ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് ബ്ലീഡിംഗ് തുടങ്ങുകയായിരുന്നു. ഉടൻ തന്നെ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശ്രീലക്ഷ്മി ആൺകുഞ്ഞിന് ജന്മം നൽകി. പുഴയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും ടാങ്കർ ലോറിയിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളാനുള്ള അധികാരികളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചും പൗരാവകാശ വേദിയുടെ നേതൃത്വത്തിൽ ചക്കം കണ്ടത്ത് ജനകീയ പ്രതിരോധ കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VM ഗസാലി ഉദ്ഘാടനം ചെയ്തു. പൗരാവകാശ വേദി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ചെയർമാൻ കരീം പന്നിത്തടം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ, പുഴ സംരക്ഷണ സമിതി ചെയർമാൻ അനിൽ ആതിര തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി കൂമ്പുള്ളി പാലത്തിനുമേൽ അപകട ഭീഷണിയായി സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ പൈപ്പ് ലൈൻ. കഴിഞ്ഞ ഒരാഴ്ചയായി പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി പൈപ്പ് റോഡിലേക്ക് വീണുകിടക്കുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. റോഡിലേക്ക് വീണുകിടക്കുന്ന പൈപ്പ് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അപകടങ്ങൾക്ക് കാരണമാകും. അപകട സാധ്യതയുള്ള പൈപ്പ് ലൈൻ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പൊതു അവധി. കേരളത്തിന് നഷ്ടമായത് സമരനായകനെ. വിട പറഞ്ഞത് ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. പുതുക്കാട് ബാറിൽ ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. പ്രതിയുമായി സംഭവ സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. തിരുവല്ലോമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാളി. കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ മേഖലയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.